കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ പ്രതിനിധി ഉണ്ടാകണം എന്ന നിർബന്ധ ബുദ്ധിയിൽ BJP നീങ്ങുമ്പോൾ പ്രതിരോധ നീക്കങ്ങളിലാണ് LDF-ഉം UDF-ഉം. കേരളത്തിൽ നിന്ന് ഇത്തവണയെങ്കിലും നേട്ടമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള സന്ദർശനമെന്നാണ് വിലയിരുത്തൽ. BJP സംസ്ഥാന നേതൃത്വമല്ല, ദേശീയ നേതൃത്വം തന്നെയാണ് കേരളം കേന്ദ്രീകരിച്ചുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. BJP പ്രധാന പ്രചാരണ ആയുധമായി കണക്കാക്കുന്ന അയോധ്യ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കില്ലെന്ന വിലയിരുത്തലാണ് BJP നേതൃത്വം. കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ലഭിക്കണമെന്നത് ദേശീയ നേതൃത്വത്തിൻ്റെ അഭിമാന പ്രശ്നവുമാണ്. ഇതിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ തുടരെയുള്ള കേരള സന്ദർശനവും റോഡ് ഷോയും. പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണത്തിലൂടെ കേരളത്തിൽ LDF-നും UDF-നുമുള്ള സ്വാധീനം മറികടക്കാമെന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഇത് ഇരുമുന്നണികളും തിരിച്ചറിയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രചരണം കേരളത്തിൽ ഗുണം ചെയ്യില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പ്രധാനമന്ത്രി ഇനിയും വരട്ടെ, അതുകൊണ്ട് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ലല്ലോ. കേരളത്തിൽ BJP അപ്രസക്തമാണ്. കാരണം കേരളത്തിൻ്റെ ജനമനസ്സെന്ന് വെച്ചാൽ സെക്കുലറാണ്, മതേതര മനസ്സുള്ളതാണ് കേരളത്തിൻ്റെ മനസ്സ്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJP നടത്തുന്നത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്. പ്രധാനമന്ത്രിയിലൂടെ BJP ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തെ മറികടക്കാനാണ് LDF-ഉം UDF-ഉം ലക്ഷ്യമിടുന്നത്. ഇത് അടിസ്ഥാനമാക്കിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാകും ഇരുമുന്നണികളും ആസൂത്രണം ചെയ്യുക. 24 തിരുവനന്തപുരം.